ഇന്ത്യയിലെ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലെ ദരാഗഞ്ചിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ് നാഗവാസുകി മന്ദിർ. ഗംഗാനദിയുടെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഹിന്ദുമതത്തിലെ സർപ്പങ്ങളുടെ രാജാവായ വാസുകിക്ക് സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രമാണിത്. നാഗവാസുകി മന്ദിറിന്റെ ഉത്ഭവം AD 10-ാം നൂറ്റാണ്ടിലേതാണ്. ക്ഷേത്രത്തിന്റെ ഇപ്പോഴത്തെ ഘടന 18-ാം നൂറ്റാണ്ടിൽ മറാത്ത രാജാവായ ശ്രീധർ ബോൺസ്ലെ സ്ഥാപിച്ചതാണ്. സ്കന്ദപുരാണം, പത്മപുരാണം, ഭാഗവത പുരാണം, മഹാഭാരതം തുടങ്ങിയ പുരാണ ഹിന്ദു ഗ്രന്ഥങ്ങൾ സമുദ്രമഥനത്തിൽ നിർണായക പങ്കുവഹിച്ച നാഗരാജാവായ നാഗവാസുകിയെ വിവരിക്കുന്നു. സമുദ്രമഥനത്തിൽ വാസുകി ഒരുപാട് സംഘർഷം സഹിച്ച് ഗുരുതരമായ മുറിവുകൾ ഏൽക്കേണ്ടി വന്നു. സമുദ്രമഥനത്തിനു ശേഷം വിഷ്ണുവിന്റെ അഭ്യർത്ഥന പ്രകാരം വാസുകി പ്രയാഗ്രാജിൽ വിശ്രമിച്ചു. അവിടെ വിശുദ്ധ ത്രിവേണി സംഘം അദ്ദേഹത്തിന്റെ മുറിവുകൾ സുഖപ്പെടുത്തി. പിന്നീട് കാശിയിലെ രാജാവായ ദിവോദാസൻ വാസുകിയെ കാശിയിലേക്ക് കൊണ്ടുവരാൻ തപസ്സു ചെയ്തു. വാസുകി പ്രയാഗ്രാജ് വിടാൻ തയ്യാറായെങ്കിലും ദേവന്മാർ അദ്ദേഹത്തോട് അപേക്ഷിച്ചതിനെ തുടർന്ന് അവിടെ തന്നെ തുടരാൻ തീരുമാനിച്ചു. അദ്ദേഹം 2 വ്യവസ്ഥകൾ ആവശ്യപ്പെട്ടു. ഭക്തർ സംഗമത്തിൽ കുളിച്ചതിന് ശേഷം അദ്ദേഹത്തെ സന്ദർശിക്കണം. നാഗപഞ്ചമിയിൽ അദ്ദേഹത്തെ ആരാധിക്കണം. തുടർന്ന് സംഘത്തിന്റെ പവിത്രമായ വടക്കു പടിഞ്ഞാറൻ തീരത്ത് അദ്ദേഹത്തിന്റെ ക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടു. ക്ഷേത്ര സമുച്ചയത്തിൽ നാഗവാസുകിയുടെ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു ശ്രീകോവിലുണ്ട്. ശിവൻ, പാർവതീദേവി, ഗണേശൻ എന്നിവരാണ് ക്ഷേത്രത്തിലെ മറ്റ് ദേവതകൾ. ഭീഷ്മരുടെ ഒരു പ്രതിമയും പരിസരത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. നാഗപഞ്ചമി ദിനത്തിൽ ആയിരക്കണക്കിന് ഭക്തർ ക്ഷേത്രം സന്ദർശിക്കാറുണ്ട്. കൂടാതെ എല്ലാ വർഷവും നാഗവാസുകി മന്ദിരത്തിൽ മഹത്തായൊരു മേളയും സംഘടിപ്പിക്കാറുണ്ട്.